ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് രണ്ടാമത്തെ പാഠമായ ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന പോയമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഇമാജിൻ എ വേൾഡ് ഇൻ ജസ്റ്റ് വൺ കളർ. ക്വൈറ്റ് ബോറിംഗ് isn't it? ഒരു കളർ മാത്രമുള്ള ഒരു ലോകത്തെക്കുറിച്ച് ആലോചിക്കുക. ഇമാജിൻ എ വേൾഡ് വിത്ത് ജസ്റ്റ് വൺ കളർ. ഒരു കളർ മാത്രമുള്ള ലോകത്തെക്കുറിച്ച് ആലോചിക്കുക. ക്വൈറ്റ് ബോറിംഗ് isn't it? ഭയങ്കര ബോറിംഗ് ആണ് അല്ലേ? Luckily, our world is filled with a rich variety of colors and cultures. ഭാഗ്യവശാൽ our world is filled with a rich variety of colors and cultures. നമ്മുടെ ലോകം എന്താ? ഒരു റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സ് ആൻഡ് കൾച്ചർ. ഒരു വളരെയധികം കളേഴ്സിൻ്റെയും കൾച്ചറിൻ്റെയും ഒരു വെറൈറ്റി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ലോകം. Here is a song that celebrates the variety. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ആ വെറൈറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സോങ്. A song that celebrates the variety. Okay. The Colors of Earth. സാറാ പിട്ട്ലെ. അപ്പോൾ സാറാ പിട്ട്ലെ എഴുതിയിട്ടുള്ള The Colors of Earth. We are made of colors of Earth. നമ്മളെന്താണ്? ഭൂമിയുടെ നിറങ്ങൾ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിയുടെ നിറങ്ങൾ കൊണ്ടാണ്. വി ആർ മെയ്ഡ് ഓഫ് കളേഴ്സ് ഓഫ് എർത്ത്. ഭൂമിയുടെ നിറങ്ങളാലാണ് നമ്മൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്, ഈച്ച് കളർ ഈസ് ട്രൂ. ഓരോ നിറവും എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്, ഈച്ച് കളർ ഈസ് ട്രൂ. എല്ലാ നിറവും എന്താണ്? സത്യവുമാണ്. വി ആർ മെയ്ഡ് ഓഫ് കളേഴ്സ് ഓഫ് എർത്ത്. നമ്മളെന്താണ്? ഭൂമിയുടെ നിറങ്ങളാലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. നിങ്ങളെ ഉണ്ടാക്കിയ നിറങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. നിങ്ങളുണ്ടാക്കിയ നിറങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? വി ആർ മെയ്ഡ് ഓഫ് കളേഴ്സ് ഓഫ് എർത്ത്. എന്താണ്? നമ്മുടെ ഭൂമിയുടെ നിറങ്ങളാലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഈച്ച് കളേഴ്സ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ഈച്ച് കളർ ഈസ് ട്രൂ. എന്താണ്? ഓരോ നിറവും വ്യത്യസ്തമാണ്. എന്നാൽ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാവർക്കും ഒരേ നിറമാണോ? അല്ല, പല നിറത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? ഓരോ നിറവും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ എന്താ? ഓരോ നിറവും സത്യവുമാണ്. എന്താണ്? ഒരു നിറത്തിലുള്ളവർ മാത്രമാണ് സത്യം, അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ? നമ്മുടെ ലോകത്തുള്ള ആൾക്കാരുടെ നിറത്തിലുള്ള ഡൈവേഴ്സിറ്റി, വ്യത്യാസത്തെയുമാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. When I look in the eyes of my friends, I can see topaz, I can see sky. എന്താണ്? ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഐ ക്യാൻ സീ ടോപ്പാറ്റ്സ്. എനിക്കെന്താണ്? ടോപ്പാറ്റ്സ് കാണാൻ കഴിയുന്നുണ്ട്. ഐ ക്യാൻ സീ സ്കൈ. എനിക്കെന്താണ്? ആകാശവും കാണാൻ കഴിയുന്നുണ്ട്. ടോപ്പാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജെം സ്റ്റോൺ ആണ്, ഒരു കല്ലാണ്. ഒരു ഗോൾഡൻ യെല്ലോ കളർ ഒക്കെയുള്ള ഒരു കല്ലാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? വെൻ ഐ ലുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്. എന്താണ്? കണ്ണിലെ കൃഷ്ണമണിയുടെ നിറവ്യത്യാസത്തെയാണ് ഇവിടെ പറയുന്നത്. ടോപ്പാറ്റ്സ്, ഒരു ഗോൾഡൻ യെല്ലോ കളർ എനിക്ക് കാണാം. ഐ ക്യാൻ സീ സ്കൈ. എനിക്കെന്താണ്? ആകാശത്തിൻ്റെ ഒരു നിറം, ഒരു നീല നിറമുള്ള കണ്ണുകൾ കാണാം. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് സീ റോളിംഗ് ബൈ. എന്താണ്? കടലിൻ്റെ ഒരു പച്ച, ഒരു ഗ്രേ കളർ പോലെയുള്ള നിറം. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കടലിൻ്റെ ഒരു നിറവും അടുത്ത് നിന്ന് നോക്കുമ്പോൾ മറ്റൊരു നിറമാണല്ലോ, അത്തരത്തിലുള്ള നിറങ്ങൾ. ആൻഡ് ദ ഡേസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ്റെ രശ്മികൾ വെള്ളത്തിൽ തട്ടി വെള്ളത്തിന് ഒരു ബ്രൗൺ കളർ കാണുമല്ലോ, അത് അത്തരത്തിലുള്ള നിറമുള്ള കണ്ണുകളുള്ള ആളുകൾ. അപ്പം ഈ പ്രകൃതിയിലെ പല നിറങ്ങളും മനുഷ്യൻ്റെ കണ്ണിൻ്റെ നിറത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ രണ്ടാമത്തെ സ്റ്റാൻസ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ സ്റ്റാൻസ നോക്കാം. When I look at the hands of my friends, I can see chestnut, I can see corn. The colors of wheat and the dappled brown fawn and the sun-kissed black trees in the morning. When I look at the hands of my friends, I can see chestnut, I can see corn. എന്താണ് ഇവിടെ പറയുന്നത്? എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് എന്നാണ് പറയുന്നത്. അതായത് കൈയുടെ നിറം, നമ്മുടെ ശരീരത്തിൻ്റെ നിറത്തെയാണ് ഇനി പറയുന്നത്. ഓക്കെ, ഐ ക്യാൻ സീ ചെസ്നട്ട്. എനിക്കെന്താണ്? ചെസ്നട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചെസ്നട്ടിൻ്റെ കളർ എന്താണ്? ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് അല്ലേ? അതായത് ഒരു ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ള കൈകൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഐ ക്യാൻ സീ കോൺ എന്ന് പറഞ്ഞാൽ എന്താ? ചോളം. ചോളത്തിൻ്റെ നിറം എന്താ? ഒരു യെല്ലോ കളർ അല്ലേ? അതായത് ഒരു യെല്ലോയിഷ് ടോണുള്ള കൈകളും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദ കളേഴ്സ് ഓഫ് വീറ്റ്
ആൻഡ് ദ ഡാപ്പിൾഡ് ബ്രൗൺ ഫൗൺ എന്നാണ്. കളേഴ്സ് ഓഫ് വീറ്റ്, വീറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ലൈറ്റ് ബ്രൗൺ, അതായത് ഒരു ലൈറ്റ് ബ്രൗൺ ഉള്ള കൈകളും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡാപ്പിൾഡ് ബ്രൗൺ ഫൗൺ, ഡാപ്പിൾഡ് ബ്രൗൺ ഫൗൺ എന്ന് പറഞ്ഞാൽ, ഫൗൺ എന്ന് പറഞ്ഞാൽ ചെറിയ മാൻകുട്ടിയാണ് ഫൗൺ എന്ന് പറയുന്നത്. മാൻകുട്ടിയുടെ മേലുള്ള ഒരു ലൈറ്റ് കളറിലുള്ള ആ കുത്തുകളുടെ നിറമുള്ള കൈ, അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്, പിന്നെന്താ, സൂര്യപ്രകാശത്താൽ ഒരു ഇരുണ്ട നിറത്തിൽ കാണുന്ന, രാവിലെ ഒരു ഇരുണ്ട നിറത്തിൽ കാണുന്ന മരത്തിൻ്റെ നിറമുള്ള കൈകൾ, അതായത് ഒരു ഡാർക്ക്, ഒരു ബ്ലാക്ക് കളർ പോലെയുള്ള കളറുള്ള കൈകളും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് എന്താ, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ കൈകൾ വ്യത്യസ്ത നിറത്തിലുള്ളതാണ്. ഓക്കെ, നമ്മുടെ പ്രകൃതിയിലെ പല നിറങ്ങളും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കയ്യിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി നാലാമത്തെ സ്റ്റാൻസ നോക്കാം. ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് earth, the purple of eggplant, the orange of peach, the green and the black of the stones on the beach, and the sun on the mountain in the morning. ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് earth എന്താണ്, നമ്മൾ ഭൂമിയിലുള്ള നിറങ്ങളുടെ പേര് എന്നോട് പറയും. ഏതൊക്കെയാണ്? ദ പർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്, എഗ് പ്ലാന്റിൻ്റെ പർപ്പിൾ കളർ. ദ ഓറഞ്ച് ഓഫ് പീച്ച്, പീച്ചിൻ്റെ ഓറഞ്ച് കളർ. ദ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ച്, ബീച്ചിലുള്ള കറുപ്പും പച്ചയും നിറമുള്ള കല്ലുകൾ. ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടൻ ഇൻ ദ മോർണിംഗ്, മലക്ക് മുകളിൽ ഉച്ച നിൽക്കുന്ന രാവിലെയുള്ള സൂര്യൻ, അതായത് എന്താ, ഒരു ഗോൾഡൻ കളർ. അതെന്താണ്, ഭൂമിയിലുള്ള മറ്റ് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളെയാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. ഏതൊക്കെയാണ്? പർപ്പിൾ, ഓറഞ്ച്, ഗ്രീൻ, ബ്ലാക്ക്, അതുപോലെ തന്നെ ഗോൾഡൻ കളർ. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കും അതിമനോഹരമായിട്ടുള്ള പല നിറങ്ങൾ നമ്മുടെ ഈ ലോകത്തുള്ളത് കൊണ്ടാണ് നമുക്കൊരു ബോറുമില്ലാതെ, എന്താണ്, ഒരു ബോറിങ്ങും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. എന്താ, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും നിറം വ്യത്യസ്തമാണ്. അവരുടെ കണ്ണുകളുടെ നിറം, കൈകളുടെ നിറം, കാലുകളുടെ നിറം, ശരീരത്തിൻ്റെ നിറം എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ എന്താ, എല്ലാവരും മനോഹരമാണ്. ഈ വ്യത്യസ്തതയാണ് അവരെ മനോഹരമാക്കുന്നതെന്നാണ് കവി പറയുന്നത്. അതായത് ഒരു നിറം മാത്രമാണുള്ളതെങ്കിൽ നമുക്കത് ആസ്വദിക്കുന്നത് കഴിയോ? ഒറ്റൊരു നിറം മാത്രം കണ്ട് നമുക്ക് ബോറടിക്കില്ലേ? പക്ഷേ ഒരുപാട് നിറങ്ങളുള്ള ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറും വ്യത്യസ്തമായിട്ടുള്ള രീതികളും വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും എല്ലാമാണ് നമ്മുടെ ഈ ഭൂമിക്ക് എന്താണ് മനോഹാരിത കൂട്ടുന്നത്, സൗന്ദര്യം കൂട്ടുന്നത്, ഭംഗി കൂട്ടുന്നത് എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആക്ടിവിറ്റിയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായി കവിത വായിച്ച് പഠിക്കുക, അർത്ഥം മനസ്സിലാക്കുക. ഓക്കെ, ബൈ.